ഒരു ടൈൽ ആൻഡ് സ്ക്വയർ ലേഔട്ട് ലേസർ ലെവൽ മെഷീൻ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഈ ഘട്ടം ഘട്ടമായുള്ള ഗൈഡിലേക്ക് സ്വാഗതം. ടൈൽ സ്ക്വയർ ലേഔട്ട് ലേസർ ലെവൽ മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. ടൈൽ ആൻഡ് സ്ക്വയർ ലേഔട്ട് ലേസർ ലെവൽ മെഷീൻ ഒരു നൂതന ഉപകരണമാണ്. ഇത് സാധാരണയായി നിർമ്മാണ പ്രവർത്തനങ്ങളിലും സർവേയിംഗ് വ്യവസായത്തിലും ആപ്ലിക്കേഷനുകൾ നിരപ്പാക്കുന്നതിനും വിന്യസിക്കുന്നതിനും ഉപയോഗിക്കുന്നു. കൃത്യമായ ഫ്രെയിമിംഗ്, ടൈലിംഗ്, ഫ്ലോറിംഗ്, സീലിംഗ് ഇൻസ്റ്റാളേഷൻ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഫിക്ചറുകളുടെ വിന്യാസം എന്നിവയിൽ ഇത് സഹായിക്കുന്നു. ടൂളിന്റെ ഭാഗങ്ങൾ. ശരീരം ആന്തരിക ഘടകങ്ങളെ സംരക്ഷിക്കുന്നു. റെഡ് മെറ്റൽ കേജ്, ലേസർ എമിറ്റർ, ഇലക്ട്രോണിക് ഷീറ്റ്സ്. സ്വയം ലെവലിംഗ്, ലേസർ ബീമിനെ സ്വയമേവ ലെവൽ ചെയ്യുന്നു. ഡിസ്റ്റർബൻസ് മോണിറ്റർ, നീക്കുകയോ ബമ്പ് ചെയ്യുകയോ ചെയ്താൽ അലേർട്ടുകൾ. ഗ്രിപ്പ്, ലേസർ ലെവൽ ഹോൾഡ് ചെയ്യാനുള്ള ഏരിയ. ബാറ്ററി ട്രേ, ബാറ്ററികൾ പിടിക്കുന്നു. വേരിയബിൾ സ്പീഡ് സ്കാൻ ആംഗിൾ സ്വിച്ച്, ബീം വേഗതയും കോണുകളും ക്രമീകരിക്കുന്നു. പരമ്പരാഗത രീതികളുമായുള്ള താരതമ്യം. പോലുള്ള പരമ്പരാഗത രീതികൾ ഉപയോഗിക്കുന്നത് സ്ട്രിംഗുകളും ലെവലുകളും സമയമെടുക്കുന്നതും പിശകുകൾക്ക് സാധ്യതയുള്ളതുമാണ്. ടൈൽ ആൻഡ് സ്ക്വയർ ലേഔട്ട് ലേസർ ലെവൽ മെഷീൻ കൃത്യമായ ലേഔട്ടുകൾ, ലെവലുകൾ, വിന്യാസം എന്നിവ നേടുന്നതിന് ഒരു ബദൽ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു. പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. സുരക്ഷാ കണ്ണടകൾ ഉപയോഗിക്കുക. ഇയർ പ്ലഗുകൾ ഉപയോഗിക്കുക. ഒരു ഗ്രിപ്പ് ഉപയോഗിച്ച് സുരക്ഷാ ബൂട്ടുകൾ ഉപയോഗിക്കുക. ടൂൾ എങ്ങനെ ഉപയോഗിക്കാം? ഒരു ലെവൽ, സുസ്ഥിരമായ പ്രതലം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു ടൈൽ സ്ക്വയർ ലേഔട്ട് ലേസർ ലെവൽ മെഷീനായി ട്രൈപോഡ് ഉപയോഗിക്കുക. ട്രൈപോഡ് അല്ലെങ്കിൽ ലെവൽ ചെയ്ത പ്രതലത്തിൽ ലേസർ ലെവൽ ദൃഢമായി ഉയർത്തുക. മെഷീൻ ഓണാക്കുന്നതിന് മുമ്പ് ബാറ്ററികൾ ശരിയായി ചേർത്തിട്ടുണ്ടെന്നും ആവശ്യത്തിന് ചാർജ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. പവർ ഓണാക്കിയതിനു ശേഷം ലേസറിനെ സ്വയം നിലയാക്കാനും സ്ഥിരത കൈവരിക്കാനും കുറച്ച് നിമിഷങ്ങൾ അനുവദിക്കുക. ഉചിതമായ മോഡ് തിരഞ്ഞെടുക്കുക. തിരശ്ചീനമോ ലംബമോ അല്ലെങ്കിൽ രണ്ടും. ലേസർ തീവ്രത അല്ലെങ്കിൽ ശ്രേണി ക്രമീകരിക്കുക. ലേഔട്ടിനൊപ്പം വിന്യാസം ഉറപ്പാക്കുന്ന നിങ്ങളുടെ വർക്ക് ഉപരിതലത്തിൽ റഫറൻസ് പോയിന്റുകളോ ലൈനുകളോ അടയാളപ്പെടുത്താൻ ലേസർ ഉപയോഗിക്കുക. പ്രവർത്തന സമയത്ത് ഏതെങ്കിലും ചലനം തടയാൻ മെഷീന്റെ സ്ഥാനം ലോക്ക് ചെയ്യുക. മെയിന്റനൻസ് നുറുങ്ങുകൾ. ആനുകാലികമായി റീകാലിബ്രേഷൻ നടത്തുന്ന ലെൻസുകളും സെൻസറുകളും പതിവായി വൃത്തിയാക്കുക. ആവശ്യാനുസരണം ബാറ്ററികൾ നിരീക്ഷിച്ച് മാറ്റിസ്ഥാപിക്കുക. നാശം തടയാൻ ബാറ്ററികൾ ഇല്ലാതെ സൂക്ഷിക്കുക. ഒരു സംരക്ഷിത കേസ് ഉപയോഗിക്കുക. തീവ്രമായ താപനില, ഈർപ്പം, നേരിട്ടുള്ള സൂര്യപ്രകാശം എന്നിവ ഒഴിവാക്കുക. നന്ദി.